الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء إن الله عزيز غفور. ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ, പരമദയാലുവായ പടച്ചതമ്പുരാന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് അമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് അവൻ്റെ തൃപ്തി സമ്പാദിച്ചു ജീവിച്ച് മരണപ്പെടുവാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജില്ലയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ 2 ആത്മഹത്യകൾ നടന്ന വിവരം നിങ്ങൾക്കൊക്കെ അറിയാം. 2 പെൺകുട്ടികളായിരുന്നു. ഇന്ന് മമ്പാട് സ്വദേശിനിയായ ഒരു സഹോദരിയും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട കൊണ്ടോട്ടിയിലെ 19കാരിയായ ഒരു വിവാഹിതയുമാണ് ഈ ലോകത്തോട് വിടവായി. കൊണ്ടോട്ടിയിലെ 19കാരിയായ ആ പെൺകുട്ടി വിവാഹിതയായിരുന്നു എന്നത് മുസ്ലിം സമുദായം എന്ന നിലയിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നുകയാണ്. ആ പെൺകുട്ടി മരണപ്പെടുവാനുള്ള കാരണമായി പറയുന്നത് ബോഡി ഷെയ്മിങ് ആയിരുന്നു അതിനവരെ പ്രേരിപ്പിച്ചത്. വിവാഹത്തിൻ്റെ മുമ്പ് വരനും വരൻ്റെ ബന്ധുക്കളുമൊക്കെ നേരിട്ട് വന്ന് കണ്ട് തൃപ്തിപ്പെട്ട് നിക്കാഹ് നടക്കും. ഏകദേശം 20 ദിവസമാണ് അവർ ഒന്നിച്ച് ജീവിച്ചത്. അതിനുശേഷം ഭർത്താവ് വിദേശ രാജ്യത്തേക്ക് ജോലി തേടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത്. പക്ഷേ പിന്നീട് സംഭവിച്ചത് ആ പെൺകുട്ടിയുടെ നിറത്തെക്കുറിച്ചും അവർക്ക് ആ പെൺകുട്ടിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ മാനസികമായി വല്ലാതെ പീഡിപ്പിച്ചു എന്നും ഈ മാനസികമായ പീഡനം സഹിക്കവയ്യാതെ അവസാനം ജീവനൊടുക്കി എന്നുമൊക്കെയാണ് നിങ്ങളും ഞാനുമൊക്കെ മനസ്സിലാക്കിയത്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ,
നമ്മൾ ആലോചിക്കുക, ഇവിടെ ആരാണ് പ്രതി എന്ന് പറയുന്നതിൻ്റെ അപ്പുറമായി വിവാഹത്തിന് മുമ്പ് കണ്ട് തൃപ്തിപ്പെട്ട് ശേഷമാണ് വിവാഹം നടക്കേണ്ടത് എന്നുള്ളത് ഇസ്ലാമിൻ്റെ വളരെ കണിശമായ ഒരു നിർദ്ദേശമാണ്. ആ നിർദ്ദേശം ഇവിടെ പാലിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനുശേഷം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ മീസാക്കൻ ഒലീദ, അതിശക്തമായ കരാർ എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഏതൊരു പെൺകുട്ടിയുടെയും പിതാവ് ആ ഭർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന നിക്കാഹ് എന്ന് പറയുന്ന വളരെ ലളിതമായ ചടങ്ങിനെ കുറിച്ച് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന പദം വളരെ ഗൗരവമുള്ളതാണ്. അത് ഇത്തരം ആളുകൾ അറിയാതെ പോയി, മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ തെറ്റ്. മീസാക്കൻ ഒലീദ എന്ന് പറഞ്ഞ ബലവത്തായ ഒരു കരാറാണ്. ഇസ്ലാമിന്റെ നിക്കാഹ് നമ്മളൊക്കെ കണ്ടവരാണ്. അത് വളരെ ലളിതമായ ഒരു ചടങ്ങാണ്. ആ ചടങ്ങിനെ കുറിച്ച് അള്ളാഹ് ഉപയോഗിച്ചിരിക്കുന്ന പദം അതിശക്തമായ ഒരു കരാറാണ് എന്നാണ്. പിതാവ് ഇത്രയും കാലം പോറ്റി വളർത്തിയ തൻ്റെ മകളെ തീരെ പരിചയമില്ലാത്ത അപരിചിതനായ ഒരു ചെറുപ്പക്കാരനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇത്രയും കാലം പോറ്റി വളർത്തത് ആ ഉമ്മയും ഉപ്പയുമാണ്. ഇനി ആ കുട്ടിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം, സംരക്ഷണം, അവൾക്ക് മാനസികവും ശാരീരികവുമായ എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കിക്കെടുക്കേണ്ടുന്ന ഭർത്താവിൽ നിന്നും നിന്റെ നരം പോരാ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ പ്രയാസപ്പെടുത്തിയെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ് എന്ന് മാത്രമേ ഇത്തരത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ. മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, എല്ലാവർക്കും അറിയപ്പെടുന്ന ഹദീസാണ്. സാധാരണഗതിയിൽ വിവാഹം കഴിക്കപ്പെടാറുള്ളത് 4 കാര്യങ്ങൾക്കാണ്. അത് ഈ പെൺകുട്ടിയുടെ മാല് നോക്കും, അതുപോലെ തന്നെ അവളുടെ ജമാല് സൗന്ദര്യം നോക്കും, അവളുടെ തറവാട് നോക്കും. ഈ കാര്യങ്ങളാണ് സാധാരണ എല്ലാ കാലഘട്ടങ്ങളിലും ആളുകൾ നോക്കിയിരുന്നത്. സൗന്ദര്യമുണ്ടോ, അവൾക്ക് സമ്പത്തുണ്ടോ, അല്ലെങ്കിൽ അവളുടെ നല്ല തറവാടാണോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് അവസാനമായി ഫദ്ഫർ ബിദാത്തി, ആ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ 3 കാര്യങ്ങളും നൈമിഷികമായി കൊണ്ടുണ്ടാകുന്ന എന്തെങ്കിലും ചില പ്രയാസങ്ങൾ കൊണ്ട് ഇല്ലാതെ പോകും. സമ്പത്ത് പോകാൻ വലിയ സമയമൊന്നും വേണ്ട. നമുക്ക് പറയാമല്ലോ, നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മുടെ പരിചിതരായ എത്രയോ ആളുകൾ സമ്പന്നന്മാരായിരുന്നു, സുഖകരമായി ജീവിച്ചിരുന്ന ആളുകൾ ഒരു നിമിഷാർത്ഥം കൊണ്ട് അയാളുടെ വാഹനങ്ങൾ വിൽക്കുന്നു, അയാളുടെ വീടുകൾ വിൽക്കുന്നു, അയാളുടെ സ്ഥലങ്ങൾ വിൽക്കുന്നു, എല്ലാം പാപ്പരായി പോകുന്നത് നമ്മൾ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാല് നീങ്ങിപ്പോകുവാൻ വലിയ സമയം വേണ്ട. അതുപോലെ തന്നെയാണ് സൗന്ദര്യവും. അത് ആണിന്റെ സൗന്ദര്യമാണെങ്കിലും സ്ത്രീയുടെ സൗന്ദര്യമാണെങ്കിലും ശരീരത്തിനുണ്ടാവുന്ന, സ്കിന്നിനുണ്ടാവുന്ന എന്തെങ്കിലും ചില അസുഖങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ സുന്ദരമായ മുഖം വിരൂപമായി മാറും. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. പിന്നെ തറവാടാണ്. തറവാടിന്റെ മഹത്വമൊക്കെ ചെറിയ അല്ലെങ്കിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ചീത്ത പേരുകൾ വന്നാൽ തറവാടിന്റെ പേരും പോകും. പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? അവളുടെ ധർമ്മനിഷ്ഠ, മതപരമായ അവളുടെ ചിട്ടയായിരിക്കും നിലകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും നമ്മുടെ സമുദായത്തിലെ ആളുകൾ പലപ്പോഴും മറന്നു പോകുന്നതിന്റെ തിക്തഫലങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, നമ്മളെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഭർത്താവാകട്ടെ, ഒരു ഭാര്യയാകട്ടെ, അല്ലെങ്കിൽ ഒരു മാതാവാകട്ടെ, പിതാവാകട്ടെ, നമുക്കൊക്കെ നമ്മളുടെ ജനനവുമായി, നമുക്ക് ജനിക്കുന്ന മക്കളുമായി എന്തെല്ലാം നമുക്കുണ്ടോ? നമ്മൾ ആലോചിക്കണ്ടേ? നമുക്ക് ജനിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മൾ ജനിക്കുന്നത് അതിൽ നമുക്ക് എന്ത് സ്വാധീനമാണുള്ളത്? വിശുദ്ധ ഖുർആൻ കൃത്യമായി സൂചിപ്പിക്കുകയാണ്, ഇതിലൊന്നും നമ്മുടെ നിയന്ത്രണമില്ല. വളരെ കൃത്യമായി എന്താ പറയാണ്? അള്ളാഹു ചില ആളുകൾക്ക് പെൺകുട്ടികളെ നൽകുന്നു, ചില ആളുകൾക്കോ അള്ളാഹു തആല ആൺകുട്ടികളെ തന്നെയാണ് നൽകുന്നത്. ചില ആളുകൾക്ക് രണ്ടും കൂടി മിക്സ് ആയിട്ടാ കൊടുക്കുക, ആൺകുട്ടികളെയും കൊടുക്കും പെൺകുട്ടികളെയും കൂടി. ഇതൊക്കെ നമ്മുടെ നാടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾക്ക് അള്ളാഹു തആല ബന്ദിയാക്കി ആണ് അള്ളാഹു തആല മാറ്റുന്നത്, കുട്ടികളെ തന്നെ കൊടുക്കൂല. ഇതിലൊന്നും നമുക്ക് നിയന്ത്രണങ്ങളില്ല. നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ ജനനത്തിൽ പോലും
നമുക്കുണ്ടാകുന്ന മക്കളിൽ പോലും എങ്ങനത്തെ മക്കളാകണം എന്നുള്ളത് നിയന്ത്രിക്കാൻ, അതിനെ സ്വാധീനിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന നിറവും അങ്ങനെ തന്നെയാണ്. ഞാൻ ഓതി വെച്ച സൂറത്ത് ഫാത്തിറിലെ ആയത്തിൽ അള്ളാഹു തആല സൂചിപ്പിക്കുന്നതാണ് 28ാമത്തെ വചനത്തിൽ, വമിനന്നാസി വദ്ദവാബി വല്ലന്നാം. ഇതാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? എന്താ പറഞ്ഞത്? ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് മനുഷ്യര്, അതുപോലെ തന്നെ ജന്തുമൃഗാദികള്, നാക്കാലികള്, ഇവയെല്ലാം മുഖ്തലിഫുൻ അൽവാനുഹു, വ്യത്യസ്തങ്ങളായ നിറങ്ങളല്ലേ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാ ആട്ടുമുട്ടിയും ഒരേ നിറമാണോ? അവിടെ വീട്ടിലുണ്ടാകുന്ന മറ്റ് ജീവജാലങ്ങളെല്ലാം ഒരേ നിറമാണോ? മനുഷ്യരെല്ലാവരുടെ നിറമാണോ? ഒരു കുടുംബത്തിലുള്ള ഒരു ബാപ്പാക്കും ഉമ്മാക്കും ജനിക്കുന്ന കുട്ടികളെല്ലാം ഒരേ നിറക്കാരാണോ? രൂപമാണോ? ഭാവമാണോ? അവരുടെ ആശയങ്ങളിൽ പോലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഇതിന് നമുക്ക് എന്ത് സ്വാധീനമുള്ളത്? ഒരു സ്വാധീനമില്ല. ഇതാളുകൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് വിവരമുള്ള ആളുകളാണ്. വിവരമുള്ള ആളുകളെ പറയാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യൻ കറുപ്പായാൽ എന്താണ് അർത്ഥം? സാധാരണ ശാസ്ത്രം സൂചിപ്പിക്കുന്നത് അയാളിൽ മെലാനിൻ എന്ന് പറയുന്ന വസ്തു കൂടുതലുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരം കറുപ്പ് കൂടുതലുണ്ടാകും. അത് മെലാനിൻ കുറഞ്ഞു വരുമ്പോൾ വെളുത്തു. പിന്നെ ചില ഭൂപ്രദേശങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന നിറവ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനപ്പുറമായി മനുഷ്യന്റെ ജനനവുമായോ മനുഷ്യന്റെ നിറങ്ങളുമായോ യാതൊരു ബന്ധവുമില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെയാണ്. ഇത് ഈ ആയത്ത് പറയുന്നതിന് മുമ്പ് അല്ലാഹു തആല സൂചിപ്പിച്ചൊരു കാര്യം എന്താണെന്നറിയോ? അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ. ഇത് മനുഷ്യൻ ആലോചിക്കുന്നില്ലെന്ന് നീ കാണുന്നില്ലേ? വാനലോകത്തിൽ നിന്നും നാം ഇതാ നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നു. ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹു. എന്നിട്ട് അല്ലാഹു പറയുന്നത് എന്താ? വ്യത്യസ്തങ്ങളായ പഴവർഗ്ഗങ്ങള്, വ്യത്യസ്ത നിറങ്ങളിലും രുചികളിലുമുള്ള ഈ മഴ വർഷിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഇട്ടുകൊടുക്കുന്ന ഒരേ തരം വെള്ളം, എല്ലാം ഒരേ തരം ഭൂമി. ആ ഭൂമിയിൽ ഉണ്ടാകുന്ന പഴവർഗ്ഗങ്ങൾ വ്യത്യസ്ത രുചികളാണ്, വ്യത്യസ്ത നിറങ്ങളാണ്. ഇതെങ്ങനെയാണ്? ഇങ്ങനെ തന്നെയാണ് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും എല്ലാം കളറുകളുടെ വ്യത്യാസമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ആലോചിച്ച് നിൽക്കുക. മനുഷ്യന് പൊതുവെ ഒരു വെളുപ്പിനോട് ഒരു അദമ്യമായ താല്പര്യമുണ്ട് എന്ന് തോന്നിപ്പോവുകയാണ്. ഇത് ഇന്നല്ല, പണ്ട് കാലഘട്ടങ്ങളിലെ വെളുപ്പിനോട് വലിയ ഒരു കൊതി. മനുഷ്യന് കറുത്തവനുണ്ടാവും, വെളുത്തവനുണ്ടാവും, ഇരുനിറങ്ങളുണ്ടാവും, പല നിറങ്ങളിലുള്ള ആളുകൾ ഉണ്ടാകും. ഇതാണ് ഈ ഭൂമിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഒരാൾ കറുത്തുപോയി എന്നുള്ളത് അയാളുടെ കുറ്റമല്ല, അല്ലെങ്കിൽ അല്പം ഇരുനിറമാണ് എന്നുള്ളത് അയാളുടെ കുറ്റമല്ല. അതിന്റെ പേരിൽ അയാളെ അരാശ ചെയ്യുകയും അയാളെ മാനസികമായി അത്തരം ആളുകളെ പീഡിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാമികമായി ഒരിക്കലും ശരിയല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഈ വെളുപ്പിനോടുള്ള സ്നേഹം ഈ കാലഘട്ടത്തിൽ കുറച്ച് കൂടിപ്പോയോ എനിക്ക് തോന്നുകയാണ്. ഇപ്പൊ നമ്മള് കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. പണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി ഇന്ന് വെളുത്ത പെൺകുട്ടികളെ പോലും ഇന്നത്തെ മേക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടി അദമ്യമായ സംഖ്യ കൊടുക്കുകയും അതിനേക്കാൾ ഉപരിയായി നമ്മൾ ആലോചിക്കുന്ന ഒരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവര് സുബഹി നമസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ മേക്കപ്പ് ചെയ്ത് പിന്നീട് അവരുടെ മേക്കപ്പ് ശരീരത്തിൽ നിന്ന് മാറിപ്പോകുമോ എന്ന് പേടിച്ച് ഉതുണ്ടാക്കാനോ നിസ്കരിക്കാനോ പോലും ഇത്തരം പെൺകുട്ടികൾ തയ്യാറാകുന്നില്ല. ഇത്തരം പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് ഒരു ഖതീബ് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം പറയുന്നത് ബാറക്കല്ലാഹു ലകുമാ വ ബാറക അലൈകുമാ. എന്തൊരു വിരോധാഭാസമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് പറയാതിരിക്കാൻ പറ്റൂല. എന്താ നമ്മൾ പറയുന്നത്? നിസ്കരിച്ചിട്ടില്ല. കാരണം എന്താ നിസ്കരിക്കാൻ കാരണം? അവൾക്ക് ശുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല, അവളുടെ മേക്കപ്പ് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് നിസ്കരിക്കാതിരിക്കുന്നത്. ആ പെൺകുട്ടിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ബാറക്കല്ലാഹു ലകുമാ, പടച്ചവനെ ഈ പെൺകുട്ടിക്ക് നീ ബർക്കത്ത് നൽകണം. നമ്മളെ മുസ്ലിം സമുദായം ആലോചിക്കണം, ചിന്തിക്കണം. നമ്മൾ ആലോചിക്കുക, ഇത് അമിതമായ ഒരു വെള്ളയോടുള്ള സ്നേഹം അത് നമ്മുടെ മതപരമായി നിർബന്ധമായി ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ പോലും തടസ്സപ്പെടുത്തുന്നുവെങ്കിൽ തീർച്ചയായും അത് ഗൗരവത്തിൽ നമ്മുടെ സമുദായത്തിൽ ആളുകൾ ആലോചിക്കണമെന്ന് സാന്ദർഭികമായി നിങ്ങൾ സൂചിപ്പിക്കാം. നിങ്ങൾ നോക്കൂ, നിസ്സാര കാര്യങ്ങൾ പോലും നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. എന്താണ് ആത്മഹത്യയുടെ കാരണങ്ങൾ? എന്താ?
നിസ്സാരമായ കാര്യങ്ങൾ പോലും നിങ്ങളെ നമ്മൾ പത്രത്തിൽ വായിക്കുന്നു. LP സ്കൂളിലെ കുട്ടി മുതൽ കോളേജ് തലം പ്രായമേറിയ VIP അടക്കമുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ഒരു പ്രതിസന്ധിയിൽ പിടിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല, മരണപ്പെടുകയാണ്. അമ്മ പറയാണ് മോനെ നീ മൊബൈൽ ഫോൺ അവിടെ വെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കുട്ടി പോയി ജീവൻ എടുക്കുന്നു. എവിടെ പോയി? എങ്ങനെയാണ് നമ്മുടെ സന്താനങ്ങൾക്ക് തർബിയത്ത് നൽകേണ്ടത് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഇല്ലേ? നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് SSLC പരീക്ഷ നടക്കുന്ന സമയത്ത് ഉമ്മ പറഞ്ഞു, വേൾഡ് കപ്പ് നടക്കുന്ന സമയം, മോനെ SSLC പരീക്ഷയല്ലേ നാളെ, നീ വേൾഡ് കപ്പ് കാണാതെ നീ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക എന്ന് പറഞ്ഞപ്പോ അത് ഉൾക്കൊള്ളാൻ കുട്ടിക്ക് സാധിച്ചില്ല. കുട്ടി മുകളിൽ പോയി തൂങ്ങി മരിച്ചു. ഇതാണ് നമ്മൾ ജീവിക്കുന്ന ലോകം. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ആലോചിക്കുക. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാര്, കുട്ടികൾ മാത്രമല്ല എല്ലാവരിലും ഉണ്ടാകുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരാശ, ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ആത്മബലമില്ലായ്മ, അതുപോലെ തന്നെ അവരിലുണ്ടാകുന്ന ചില ആളുകളിലൊക്കെ ഉണ്ടാകുന്നത് വിഷാദം എന്ന് പറയുന്ന പ്രത്യേക തരം രോഗങ്ങൾ, അതുപോലെ തന്നെ മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കൂല, അടിച്ചയച്ചിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് മാരകമായ രോഗങ്ങൾ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ ഇനി മരിക്കല്ലാതെ മറ്റൊരു മാർഗമല്ല. ഇപ്പൊ 2 ദിവസം മുമ്പ് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത ഒരു രോഗി 3ാം നിലയിലെ ജനലിന്റെ ഗ്ലാസ് തകർത്ത് പുറത്തേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. രോഗിയാണ്. അപ്പൊ വലിയ വലിയ രോഗങ്ങൾ വരുമ്പോ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല, ഇനി ജീവൻ എടുക്കുക തന്നെയാണ് മാർഗമെന്നുള്ളത്. മറ്റു ചില ആളുകൾക്ക് കുടുംബ പ്രശ്നങ്ങളാണ്. കുടുംബത്തിൽ ഉണ്ടാകുന്ന അമ്മായിയുള്ള പ്രശ്നം, അതിൽ സ്വന്തം ഭർത്താവിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നാട്ടുമാരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ പല കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വേറെ ചില ആളുകൾക്ക് എന്തായിരിക്കും? പ്രേമ നൈരാശ്യമായിരിക്കും. സ്നേഹിച്ച പെണ്ണിനെ കിട്ടിയില്ല എന്നതിന്റെ പേരിലോ, സ്നേഹിച്ച ഭർത്താവിന് പുരുഷനെ കിട്ടിയില്ല എന്നതിന്റെ പേരിലോ ജീവൻ എടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പരീക്ഷയിൽ തോറ്റതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുക. ഇങ്ങനെ മറ്റു ചില ആളുകൾ സാമ്പത്തിക ബാധ്യതകൾ വരുമ്പോ വലിയ കടം വന്നു. കടം വന്ന് ഇനി എന്താ ചെയ്യാ? അപ്പൊ എളുപ്പമാർഗം മുന്നിലേക്ക് അവർ കാണുന്ന ജീവൻ എടുക്കുക. അതൊന്നും ഇതിന് പരിഹാരമല്ല. നമ്മൾ ആലോചിക്കണം. ഇങ്ങനെയുള്ള ഈ നമ്മുടെ പ്രദേശത്ത് നമ്മൾ ജീവിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വസ്തുതകളാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ചില ആളുകൾ ചിലപ്പോൾ കർഷക ആത്മഹത്യ കാണുന്നുണ്ട്. പത്രങ്ങളിലൊക്കെ നമ്മൾ കഴിക്കും കർഷക ആത്മഹത്യ. എന്താ? വിളവ് വേണ്ടത്ര കിട്ടിയില്ല, അല്ലെങ്കിൽ വിളകൾക്ക് വേണ്ടത്ര വില ലഭിച്ചില്ല. അപ്പൊ ഇതിനെന്താ മാർഗം? ജീവൻ കൊടുക്കുക. എന്തുകൊണ്ട്? ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് പല തലത്തിലുള്ള ആളുകൾ, നമ്മളൊക്കെ ഉന്നതന്മാരാണ് എന്ന് വിചാരിക്കുന്ന പല നേതാക്കന്മാർക്കും ഒന്നും പിടിച്ചിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ ഒരു കാലഘട്ടങ്ങളിൽ ലോകത്തെ കെട്ടുകിട്ടാൻ ഉറപ്പിച്ച അഡോൾഫ് ഹിറ്റ്ലർ, അദ്ദേഹം അവസാനം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. വലിയ തത്വചിന്തകനായിരുന്ന സോക്രട്ടീസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോക്രട്ടീസിന് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. തിരുവിതാംകൂറിലെ ദളവയായിരുന്ന വേലുത്തമ്പി ദളവ, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ എത്രയോ വലിയ വലിയ ആളുകൾ, സെലിബ്രിറ്റികൾ, സിനിമാ നടന്മാർ, സാഹിത്യകാരന്മാർ ജീവിതത്തെ പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ എന്താണ് ഇത്? നമ്മൾ കാര്യങ്ങളെ ചോദിക്കും. ലോകത്ത് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഓരോ 40 സെക്കൻഡിലും ഒരു ആത്മഹത്യ നടക്കുന്നില്ല. ഓരോ 40 സെക്കൻഡിലും ഓരോ ആത്മഹത്യ ലോകത്ത് നടക്കുന്നുണ്ടെന്നാണ് ലോക ആരോഗ്യ സംഘടനയുടെ കണക്ക്. ഇന്ത്യയിൽ ഇത് 24 മണിക്കൂറിൽ 450 പേർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിലോ 1 മണിക്കൂറിൽ ഒരാൾ എന്ന നിലയിലാണ് കണക്കുകൾ കൃത്യമായി സൂചിപ്പിക്കുക. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. അവിടെ 1,45,000 ആളുകളാണ് അതിന്റെ റേഷ്യോ കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ് ആത്മഹത്യ നടക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ജില്ലയായ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ 1,00,000 കണക്കാക്കിയിരിക്കുന്ന റേഷ്യോ 11 ആളുകൾ എന്ന നിലയാണ്. ഇനി മുസ്ലിങ്ങൾ മാത്രം തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൽ ആത്മഹത്യയെ നടക്കുന്നില്ല. ജമ്മു കാശ്മീരും അതുപോലെ തന്നെ നല്ല ശതമാനം മുസ്ലിങ്ങളുടെ പ്രദേശമാണ്. അവിടെയും ആത്മഹത്യ വളരെ കുറവാണ്. ഇനി ഇത് ലോകത്തേക്ക് നമ്മൾ എടുത്തു നോക്കാം. ലോകത്ത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ കുറഞ്ഞത്. നിങ്ങൾ നെറ്റിൽ പരിശോധിച്ച് നോക്കുക. ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ കുറഞ്ഞിരിക്കുന്നത് എവിടെയാണ്?
ഇസ്ലാമിക രാജ്യങ്ങളിൽ നമ്മൾ വെറുതെ പറയല്ല. ഇപ്പൊ ഹാപ്പിനെസ് കൺട്രീസ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് നമ്മൾ നെറ്റിൽ അടിച്ചോണ്ടിയാകും ഏറ്റവും സന്തുഷ്ടകരമായ രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിൽ ആത്മഹത്യാ നിരക്ക് കുറവല്ല. ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ കുറവ് എന്നുള്ളത് പഠനങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. എന്തുകൊണ്ട്? ഇത് നമ്മൾ ആലോചിക്കണം. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളിൽ ആത്മഹത്യാ നിരക്ക് കുറയാനുള്ള കാരണം? ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ബോധമുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ആത്മഹത്യ കുറ്റകരമാണ്, വലിയ പാതകങ്ങളിൽ പെട്ടതാണ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ഒന്നാമത്തെ അടിസ്ഥാന കാരണം തന്നെ ഇന്ന മിനൽ കബായിർ, വൻപാപങ്ങളിൽപ്പെട്ടതാണ് ഒരാൾ ആത്മഹത്യ ചെയ്യാന്ന് പറയുന്നത്. ആത്മഹത്യ ചെയ്യാന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, അല്ലാഹു നിങ്ങളോട് ദയ കാണിക്കുന്നവനാണ്, കരുണ കാണിക്കുന്നവനാണ്. അപ്പൊ ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഈ സംഗതി ഇസ്ലാം അംഗീകരിക്കാത്ത, അത് പാടില്ലാത്ത ഹറാമായ ഒരു കാര്യമാണ്. അത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ച് ഈ വിശ്വാസം മുസ്ലിങ്ങളിൽ. രണ്ടാമത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഖുർആൻ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താ? ജീവിതത്തിൽ എല്ലാം സുഖമല്ല. ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിച്ചതെല്ലാം നേടാൻ കഴിയില്ല. ജീവിതത്തിൽ ഇങ്ങനെ കയറ്റിറക്കങ്ങൾ ഉണ്ടാവും. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഈ വിഷമങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അന്നസ്റു മഅസ്സുബ്ർ, ക്ഷമയോട് കൂടിയാണ് വിജയം ഉണ്ടാകുക. ഇസ്ലാം പഠിപ്പിച്ചതിന്റെ മാർഗങ്ങളാണ്. ക്ഷമയോട് കൂടിയാണ്. എപ്പോഴും എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും, സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടാതെ പോകും. അങ്ങനെ പലതും ഉണ്ടാവും. കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവും, മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവുമ്പോൾ എന്താണ്? ക്ഷമിക്കാനുള്ള കഴിവ് നമുക്ക് വേണം. വൽ ഫറജു മഅൽ കർബീന, പ്രയാസത്തോടു കൂടിയാണ് ഒരു തുറസ് കിട്ടുക എന്നുള്ളത്. നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, തീർച്ചയായും പ്രയാസത്തോടു കൂടിയാണ് എളുപ്പം ഉണ്ടാകുക എന്നത്. ഖുർആൻ തന്നെ വിശുദ്ധ ഖുർആൻ നമ്മൾ അറിയില്ല, സൂറത്ത് ഇൻശ്റായിൽ അല്ലാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം പറഞ്ഞത്. അവിടെ നിങ്ങൾ ആലോചിച്ച്, പ്രയാസത്തോടു കൂടിയാണ് എളുപ്പം. പ്രയാസം ഒന്നായിരിക്കും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഒന്ന് മഅരിഫയാണ്, ഒന്ന് നക്കിറയാണ്. എന്ന് പറഞ്ഞാൽ അറബി അറിയുന്ന ആളുകൾക്ക് അറിയും. അൽ ഉസ്ർ, മറ്റേ പറഞ്ഞത് യുസ്ർ എന്നാണ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുശേഷം എളുപ്പമുണ്ടാവും. എന്തെങ്കിലും നമ്മെ സന്തോഷിപ്പിക്കുന്നുണ്ടാവും. ഇത് ഖുർആൻ ഉറപ്പിച്ചു പറയാം. ഇന്നാന്നുള്ള പദം വെച്ചിട്ടാണ് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും. ഇത് ഒരു വിശ്വാസിയുടെ വിശ്വാസമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളതാണ്. മറ്റൊരു കാര്യം, എന്തുകൊണ്ട് മുസ്ലിങ്ങളിൽ ആത്മഹത്യ കുറയുന്നു എന്ന് ചോദിച്ചാൽ മറ്റൊരു കാരണം, തവക്കുലാക്കുന്ന ഒരു സ്വഭാവം വിശ്വാസികളിലുണ്ട്. അത് വല്ലാത്തൊരു ഘടകം. ഇത് ഇല്ലാത്തവർക്ക് ഇതിന്റെയൊക്കെ പ്രയാസമാണ്. തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതത്തിൽ പടച്ചോൻ എനിക്ക് നൽകിയിരിക്കുന്ന സംഗതി അതൊക്കെ അള്ളാഹു എനിക്ക് നിശ്ചയിച്ചതാണ്. അപ്പൊ ഇതിൽ അള്ളാഹുവിൽ നമ്മൾ തവക്കുലാക്കുക, അള്ളാഹുവിൽ ബലമേൽപ്പിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇൻ അറാദനി അല്ലാഹു ബിദുരി, ഇത് വിശ്വാസികളുടെ വാചകമായുള്ളവരെയാണ്. ഇൻ അറാദനി അല്ലാഹു ബിദുരി, ഒരു മനുഷ്യൻ അല്ലാഹു തആല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അൽ ഹുന്ന കാശിഫാത്തു ദുരി, അവന്റെ ആ ബുദ്ധിമുട്ട് നീക്കാൻ പിന്നെ ആരാളുള്ളത്? അപ്പൊ അള്ളാഹു നമുക്കൊരു ഞെരുക്കം തന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹു നമുക്ക് ഒരു രോഗം തന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹു നമുക്ക് ഒരു തീരുമാനം, ഇന്നവന് പുതിയാപ്പിള ആക്കണ്ടെന്നാണ് അള്ളാഹിന്റെ തീരുമാനമെങ്കിൽ, ഇന്നവളെ നൽകണ്ടെന്നാണ് അള്ളാഹിന്റെ തീരുമാനമെങ്കിൽ, അതിനെ മാറ്റാൻ പിന്നെ ആർക്കും സാധിക്കൂല. ഔ അറാദനി ബിറഹ്മത്തിൻ, അല്ല അള്ളാഹു ഒരു കാരുണ്യം തരാൻ ഉദ്ദേശിച്ചാലോ, അൽ ഹുന്ന മുംസിക്കാത്തു റഹ്മത്തി, അവന്റെ കാരുണ്യത്തെ പിടിച്ചു വെക്കാൻ ആരാണ്ടത്? ഇത് നമ്മളൊരു വിശ്വാസത്തിന്റെ ഭാഗം. ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗം. എന്നിട്ട് അവൻ പറയുന്നതാ, കുൽ ഹസ്ബിയല്ലാഹ്, കുൽ ഹസ്ബിയല്ലാഹ്, പറയുക എനിക്ക് അല്ലാഹ് മതി. എന്താ ഈ അല്ലാഹ് മതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടെങ്കിലും അല്ലാഹ് എനിക്ക് വിധിക്കാത്ത ഒരു കാര്യമാണെങ്കിൽ അതിന് ഞാൻ കൊതിക്കേണ്ട ആവശ്യമില്ല. ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലുൻ, ബലമേൽപ്പിക്കുന്നവർ അല്ലാഹുവിൽ ബലമേൽപ്പിച്ചട്ടെ. അല്ലാഹു നല്ലൊരു അത്താണിയാണ്. നമുക്ക് വല്ലാത്തൊരു സമാധാനം കിട്ടും, വല്ലാത്തൊരു ആശ്വാസം കിട്ടും. ജീവിതത്തിൽ നിരാശ ഉണ്ടാവില്ല. ഇതാണ് മറ്റൊരു കാര്യം. ഇതേ ആശയം തന്നെയാണ് നമ്മളെ നിസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി പ്രാർത്ഥിച്ച പ്രാർത്ഥന തന്നെ, അല്ലാഹുമ്മ ലാ മാനി ലിമാ അതൈത വലാ മുഅ്തി ലിമാ മനഅത. എന്താണ് പറയുന്നത്? ഇത് നമ്മളൊരു ആദർശമാണ്.
ഒരു മുഅ്മിനിന്റെ, ഒരു വിശ്വാസിയുടെ, ഒരു മുസ്ലിമിന്റെ ആദർശമാണ് പറയുന്നത്. അല്ലാഹുവേ, നീ നൽകാൻ ഉദ്ദേശിച്ചത് തടയാൻ ലോകത്താറില്ല. നീ നൽകണ്ട എന്ന് തീരുമാനിച്ചൊരു കാര്യം ലോകത്ത് എല്ലാവരും കൂടി തീരുമാനിച്ചാലും അത് നൽകാനും സാധിക്കൂല. ഇത് നമ്മളെ മനസ്സിൽ തട്ടി പറയുകയാണെങ്കിൽ എവിടെ നമുക്ക് പ്രശ്നം വരിക? പിന്നെ എങ്ങനെ നമ്മൾ ആത്മഹത്യയിലേക്ക് പോകൂല. അള്ളാഹ് എനിക്ക് വീട്ടിലുണ്ടാവില്ല. പിന്നെ എന്തിനാ ഒരു പെൺകുട്ടി പുരാപ്പെട്ട ഉദ്ദേശിച്ച ചെറുക്കനെ കിട്ടിയില്ല നിരാശപ്പെട്ട് ആത്മഹത്യയുടെ ആവശ്യത്തില്ല? അള്ളാഹ് എനിക്ക് വീട്ടിലുണ്ടാവില്ല. എന്റെ നിറം കറുപ്പാണ് എന്നതിന്റെ പേരിൽ ജീവൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമേ ഒന്ന് നോക്കിക്കൂടെ? നെറ്റിലൊന്ന് അടിച്ചു നോക്കൂടെ? ലോകത്ത് ഏറ്റവും കൂടുതൽ കറുപ്പുള്ളത് ആരാന്നുള്ളത് നെറ്റിൽ കൃത്യമായി കിട്ടുമല്ലോ. ലോകത്ത് ഏറ്റവും കറുപ്പുള്ള രാജ്യക്കാരേതാന്ന് വെച്ചാൽ കിട്ടുമല്ലോ. നമ്മൾ താരതമ്യം ചെയ്യണം. ഞാൻ അത്ര കറുപ്പനല്ല, ഞാൻ അത്ര കറുത്തിട്ടല്ല, ഞാൻ അത്ര സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവനല്ല, അത്രയും മാരകമായ രോഗം അനുഭവിക്കുന്നവൻ അല്ല. എന്നേക്കാൾ ഈ അനുഭവിക്കുന്ന ആളുകളെക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നോക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പഠിച്ചവന്റെ കൈവിട്ടിട്ടില്ല. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യനും പറ്റില്ല. ഇനി നിങ്ങളെ നോക്കി, നമ്മളൊക്കെ മനസ്സിലുണ്ടാവും നമ്മൾ വിചാരിക്കുന്നത് തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത് ചിന്ത ഉണ്ടാവും. വലിയൊരു അപകടമാണ്. നമ്മൾ പലതും അങ്ങനെ ഉണ്ടാവുമല്ലോ. എനിക്കത് കിട്ടിയെങ്കിൽ അത് ഹൈറായിരിക്കും നമ്മൾ വിചാരിക്കും പല കാര്യങ്ങളും. വിശുദ്ധ ഖുർആൻ യുദ്ധത്തെ കുറിച്ച് പറഞ്ഞിടത്ത് എന്താ പറയാണ്? നിങ്ങൾ വെറുക്കുന്ന ചില കാര്യങ്ങൾ ആയേക്കാം, നിങ്ങൾക്ക് നല്ലതായിരിക്കാം. എന്താ പറയാണ്? ചിലപ്പോ നിങ്ങൾക്ക് വെറുക്കുന്ന ചില കാര്യം ഉണ്ടാവും, പക്ഷെ അത് എന്തായിരിക്കും? അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ച് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ അത് അല്ലാഹ് പറയാണ്, അത് നിങ്ങൾക്ക് തിന്മയായിരിക്കും കേട്ടോ. ഇവിടെ കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ച് നിയമസഭയിലേക്ക് തോറ്റു. അപ്പൊ അദ്ദേഹം ഓതിയ ഒരു ആയത്താണ് ഇത്. സാന്ദർഭികമായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക. ആ തോറ്റ് കുറച്ച് കഴിഞ്ഞപ്പം പാർട്ടി തീരുമാനിച്ചു അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് MP ആക്കി പറഞ്ഞേക്കണം. അന്ന് അദ്ദേഹം ഓതിയതാ. അപ്പൊ ആ തോറ്റത് എന്താ? നമ്മൾ നന്മയെന്ന് വിചാരിക്കുന്നത് ചിലപ്പോ അത് എന്തായിരിക്കും? ഷർറായിരിക്കും. എന്നാൽ നമ്മൾ ഷർറാന്ന് വിചാരിക്കുന്നതോ അത് നന്മയായി മാറുകയും ചെയ്യും. ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട്. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ പറയുക? നമുക്ക് മനസ്സിനൊരു സമാധാനം വരും. പിന്നെ നമ്മൾ ഏറ്റവും ചെയ്യുന്നത് റബ്ബിൽ പ്രതീക്ഷ അർപ്പിക്കുക. ഇത് നമ്മക്കല്ലാതെ കുട്ടൂല സഹോദരന്മാരെ. എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്തുണ്ടെങ്കിലും സാമ്പത്തികമോ ശാരീരികമോ ഒക്കെ ആണെങ്കിലും പ്രശ്നങ്ങളില്ല, അവിടെയൊക്കെ റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ചു. എന്താ പറയാ? നിന്റെ രക്ഷിതാവിൽ നീ പ്രതീക്ഷ അർപ്പിക്കുക. എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാതെ പോയാലും പടച്ച തമ്പുരാനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള. പിന്നെ അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം നമ്മുടെ ദുന്യാവിന് നേടലല്ല, ദുന്യാവിന് മാത്രം കിട്ടലല്ല. നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഇവിടെ കുറച്ചു കാലം നമ്മൾ ജീവിക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് കൊടുക്കുന്നുള്ളൂ. ഒരു വയ്യാത്രക്കാരനെ പോലെ റസൂലുള്ളാഹി പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ പോകും, നമ്മളെല്ലാവരും പോകും. നമ്മുടെ മുൻഗാമികളൊക്കെ പോയി, എത്രയോ ആളുകൾ കൊണ്ട് പോയില്ലേ? നമ്മളും പോകാൻ നിൽക്കുന്നവരാണ്. നമ്മുടെ യഥാർത്ഥ ജീവിതം ഇവിടെ നേടിയില്ലേ എന്നുള്ളതല്ല. നമ്മളെ ശാശ്വതമായ വിജയം പരലോകം. ആ പരലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യമാണ് നമ്മുടെ പരമമായ ജീവിത ലക്ഷ്യം എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടാതെ പോയതിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ ഒരു കാരിന്റെ തൊണ്ടെടുക്കാനോ അല്ലെങ്കിൽ ഒരു വിശക്കുപ്പി എടുക്കാനോ ഒരു വിശ്വാസിക്ക് സാധിക്കില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ കൃത്യമാണ്. ഇത് ലോകത്ത് മനുഷ്യന്മാർക്ക് ജീവിക്കുന്ന കാലത്ത് സമാധാനത്തോട് ജീവിക്കാനുള്ള ഒരു സന്ദേശമാണ് ഇസ്ലാം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കും.